ഒരു വമ്പൻ തിരിച്ചടിക്കായി ഇസ്രയേൽ കോപ്പുകൂട്ടുമ്പോൾ അതിന് പിന്തുണയുമായ സഖ്യസേനകൾ മാത്രമല്ല ഗൾഫ് മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങളും ഇറാനെതിരെ തിരിയുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സഖ്യസേന, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന സഖ്യസേന അവരുടെ ഗൾഫ് മേഖലയിലുള്ള സൈനികരുടെ എണ്ണം 30,000-ൽ നിന്ന് 43,000 എന്ന രീതിയിലേക്ക് എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. നേരത്തെ ഗൾഫ് മേഖലയ്ക്ക് ചുറ്റും അനവധി പടക്കപ്പലുകളും അന്തർവാഹിനികളും മറ്റുമൊക്കെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഉണ്ടായിരുന്നു. അവയുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എണ്ണം വർദ്ധിപ്പിച്ചത് ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങുന്നതിന് മുൻപായിരുന്നു എന്നുള്ളതും ഇപ്പോൾ വാർത്തയായി പുറത്തു വരുന്നു. അതായത് അമേരിക്കൻ സഖ്യ കക്ഷികളും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും നേരത്തെ തന്നെ ഒരു വലിയ തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാക്കുന്ന തരത്തിലേക്കായിരുന്നു എന്ന് വേണം നാം ഇതിൽ നിന്ന് അനുമാനിക്കാനായിട്ട്. ഏതായാലും ഇവരുടെ സൈനിക ബലം, ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബലം ഇങ്ങനെയാണ്. 13,000 സൈനികരാണ് ഖത്തറിൽ മാത്രം അമേരിക്കയ്ക്കുള്ളത്. 7,000 പേർ സൗദിയിലും 7,000 പേർ ബഹ്റിനിലുമുണ്ട്. 3,000 പേർ കുവൈറ്റിലുണ്ട്. ആ 3,000 പേർ ഇപ്പോൾ 2,000 കൂടി അധികം സൈനികരെത്തി 5,000-ലേക്ക് ഉയർന്നിരിക്കുന്നു. ഒപ്പം തന്നെ സിറിയയിൽ 900 അമേരിക്കയുടെ സൈനികരുടെ എണ്ണം. ഇത് കൂടാതെ തന്നെ സൈപ്രസിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കേന്ദ്രം. ഒമാൻ, ബഹ്റിൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലും UK സൈനികരുണ്ട്. ഇത് കൂടാതെ തന്നെ വാർഷിപ്പുകൾ, ഫൈറ്റർ ജെറ്റുകൾ ഒക്കെ അനവധിയാണ് ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. അത് പൂർണ്ണ സജ്ജമായൊരു യുദ്ധം തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സൗദിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾക്ക് നിന്നേ മതിയാകൂ എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം ഇവിടങ്ങളെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്, പട്ടാളക്കാരുണ്ട്. മുൻപും ഇറാഖ് കുവൈറ്റ് യുദ്ധസമയത്തും ഒക്കെ ഈ അമേരിക്കയ്ക്ക് ഒപ്പം നിന്ന ഒരു ചരിത്രവുമുണ്ട്. ഏതായാലും ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അതായത് ഇറാനെ തീർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇസ്രായേൽ നീങ്ങുന്നത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അവർ വെക്കുന്നത് എണ്ണ കമ്പനികൾ, ഇല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളും ഒപ്പം തന്നെ ആണവ നിലയങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും, ഒരു വലിയ പ്രത്യാക്രമണം തന്നെയായിരിക്കും. അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയും സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം ഈ ഗൾഫ് രാജ്യങ്ങളും ഇറാന് എതിരാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.